ഹലോ, വെൽക്കം ടു മാഡിയോ ക്ലാസ്സസ്. 9ാം ക്ലാസ്സിലെ ഹിന്ദി ചാപ്റ്റേഴ്സ് ഇവിടെ മുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ വീഡിയോയില് ഫസ്റ്റ് ഇക്കായിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജട്ട്പട്ട് ഓർ നട്ഖട്ട് എന്ന സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. ഇക്കായി എ ജിയെ ജീബർ. ജിയെ ജീബർ എന്ന് പറഞ്ഞ ജീവിക്കൂ, സന്തോഷത്തോടെ ആസ്വദിച്ച് ജീവിക്കൂ എന്നാണ് അർത്ഥം. ഝട്പട്ട് ഓർ നട്ഖട്ട്. രമേശ് ഉപാധ്യായ് എഴുതിയ ഈ കഥ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഏക്ദാ ഝട്പട്ട് ഏക്ദാ നട്ഖട്ട്. ഇവിടെ രണ്ട് കുട്ടികളെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നില്ലേ? അവരുടെ പേരുകളാണ് ഝട്പട്ട്, നട്ഖട്ട്. ഈ ഝട്പട്ട് എന്ന വാക്കിന് പെട്ടെന്ന്, സ്പീഡിൽ എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ നട്ഖട്ട് എന്ന് പറഞ്ഞാലോ കുസൃതിക്കാരൻ, വികൃതിക്കാരൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ കഥയിൽ അത് രണ്ട് കുട്ടികളാണ്. ഝട്പട്ട് ബഡാദാ, നട്ഖട്ട് ചോട്ടാ. നമ്മൾ പറഞ്ഞല്ലോ രണ്ട് കുട്ടികളാണ്. അപ്പൊ ഝട്പട്ട് ബഡാദാ, ഝട്പട്ട് വലിയതായിരുന്നു, നട്ഖട്ട് ചോട്ടാ, നട്ഖട്ട് ചെറിയ ആളായിരുന്നു. ബഡാ കേവൽ 2 സാൽ ബഡാദാ, ചേട്ടനും അനിയനുമാണ്. അപ്പോ വലിയ ആള് ഝട്പട്ട് കേവൽ 2 സാൽ ബഡാദാ, അനിയനേക്കാളും 2 വയസ്സ് 2 സാൽ കൂടുതലായിരുന്നു, വലിയതായിരുന്നു. ചോട്ടാ കേവൽ 2 സാൽ ചോട്ടാ. അപ്പൊ എങ്ങനെയാണ്? ചെറിയ ആള് ചേട്ടനേക്കാളും 2 വയസ്സ് ചെറുതായിരുന്നു. 2 സാൽ ചോട്ടാ. ദോനോ സ്കൂൾ മേ പഠിത്തേ തേ. രണ്ടുപേരും സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ഝട്പട്ട് പാഞ്ച്വി മേ. മൂത്ത ചേട്ടനായിട്ടുള്ള ഝട്പട്ട് പാഞ്ച്വി മേ, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നട്ഖട്ട് തീസ്രി മേ, 2 വയസ്സ് ചെറുതല്ലേ, അപ്പൊ നട്ഖട്ട് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഘർ സേ ദോനോ ഭായ് साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. ഘർ സേ വീട്ടിൽ നിന്ന്, ദോനോ ഭായ് രണ്ട് സഹോദരന്മാരും, സാത്ത് സാത്ത് ഒരുമിച്ച്, സ്കൂൾ ജാത്തെ സ്കൂൾ ഒരുമിച്ചാണ് പോകുന്നത്, ഓർ അതുപോലെ, സാത്ത് സാത്ത് ഹി ഒരുമിച്ച് തന്നെയാണ്, വാപ്പസ് ഘർ ആത്തെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും. വേ ഏക് ഗാവ് മേ രഹത്തെ ഥേ. വേ അവർ രണ്ടുപേരും, അവർ ഏക് ഗാവ് മേ രഹത്തെ ഥേ, ഒരു ഗ്രാമത്തിലായിരുന്നു താമസിക്കുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, ദൂർ ദൂസരെ ഗാവ് മേ ഥാ. അവര് പഠിക്കുന്ന സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, അവരുടെ ഗ്രാമത്തിലായിരുന്നില്ല. ദൂർ ദൂരെ, ദൂസരെ ഗാവ് മേ ഥാ, വേറെ ഗ്രാമത്തിലായിരുന്നു. വഹാൻ തക് പെദൽ ജാനാ പഡ്താ ഥാ. വഹാൻ തക് അവിടെ വരെ, പെദൽ നടന്നു പോകണമായിരുന്നു. സ്കൂളിലേക്ക് വണ്ടിയിലൊന്നുമല്ല, ആ ഗ്രാമം വരെ പെദൽ ജാനാ പഡ്താ ഥാ, നടന്നു പോകേണ്ടി വരുമായിരുന്നു. ഓർ പെദൽ ഹി വാപ്പസ് ആനാ പഡ്താ ഥാ. പോകുന്നത് മാത്രമല്ല, പെദൽ ഹി നടന്നു തന്നെ, വാപ്പസ് ആനാ പഡ്താ ഥാ തിരിച്ചു വരികയും വേണമായിരുന്നു. ജാത്തെ സമയ രാസ്തേ മേ ഉനെ കൈ ചീസ് മിൽത്തി ഥി. ജാത്തെ സമയ പോകുന്ന സമയം, രാസ്തേ മേ വഴിയിൽ, അവര് സ്കൂളിലേക്ക് പോകുന്ന വഴിയില്, ഉനെ കൈ ചീസേ മിൽത്തി ഥി, എല്ലാ ദിവസവും പോകുന്ന വഴികളല്ലേ, അതില് പല പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ചീസ എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങള് അല്ലെങ്കിൽ സാധനങ്ങള്. അപ്പൊ അവരങ്ങനെ പലതും കാണാറുണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്ന വഴിക്ക് എന്തൊക്കെയായിരുന്നു കാണാറുള്ളത്? പോഖർ, ബർഗദ്, ഖേത്, ബാഗ്, നാല ഓർ നദി. പോഖർ എന്ന് പറഞ്ഞാൽ കുളം, ബർഗദ് എന്ന് പറഞ്ഞാൽ ആൽമരം, ഖേത് കൃഷിയിടങ്ങൾ, ബാഗ് തോട്ടങ്ങൾ, നാല ചെറിയ തോടുകൾ, ഓർ നദി അതുപോലെ ഒരു നദിയും. ഇതൊക്കെ അവര് കടന്നിട്ടാണ് സ്കൂളിലേക്ക് പോകാറുണ്ടായിരുന്നത്.
वापस आने पर भी रास्ते में उन्हें कई चीजें मिलती थी. തിരിച്ചു വരുമ്പോഴും അവർക്ക് കുറെ കാര്യങ്ങൾ വഴിയിൽ നിന്ന് കാണാമായിരുന്നു. നദി, നാല, ബാഗ്, ഗേദ്, ബർഗത് ഓർ പോക്കർ. പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഓർഡറിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതേ വസ്തുക്കൾ തന്നെയാണ് അവർ തിരിച്ചു വരുമ്പോഴും കാണുക. കാരണം അവർ ഒരേ വഴിയിലായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. ഇപ്പൊ സ്കൂളിൽ നിന്ന് വരുമ്പോ ആദ്യം കാണുക നദിയാണ്, അവസാനം കാണുന്നത് പോക്കറാണ്, കുളമാണ്. ജഡ്പഡ് തേജ് തേജ് ചൽത്താ. മൂത്ത ചേട്ടനായിട്ടുള്ള ജഡ്പഡ് തേജ് തേജ് സ്പീഡിൽ ചൽത്താ നടക്കുമായിരുന്നു. നഡ്കഡ് ധീരെ ധീരെ. എന്നാൽ അനിയനായ നഡ്കഡോ ധീരെ ധീരെ പതുക്കെ പതുക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. झटपट बरगद तक पहुंच जाता, तब तक नड़कड़ पोखर तक ही पहुंचा होता. സ്കൂളിൽ പോകുന്ന വഴിക്ക് നോക്കിയേ, ആദ്യം വരുന്നത് പോഖറാണ്, കുളമാണ്. അത് കഴിഞ്ഞിട്ടാണ് ബർഗത് വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ പറയാ, ചേട്ടൻ ബർഗത് എത്തുമ്പോ അനിയൻ പോഖർ എത്തിയിട്ടേ ഉണ്ടാകുകയുള്ളൂ. പോഖർ തക് ഹി പहुंचा होता. झटपट बाग तक पहुंच जाता. ഇനിയിപ്പോ झटपट ബാഗിലെത്തുമ്പോഴോ तब तक नड़कड़ गेट तक ही पहुंचा होता. ചേട്ടൻ ബാഗില് തോട്ടത്തിലെത്തുമ്പോഴേക്ക് നടുക്കട് അപ്പോഴും കൃഷിയിടങ്ങളിൽ എത്തിയിട്ടേ ഉണ്ടാകുകയുള്ളൂ. അത്ര സ്ലോ ആയിട്ട് പതുക്കെയാണ് അനിയൻ പോകുന്നത്. झटपट നദി തക് പहुंचाता. ഇനി झटपट നദിയിലെത്തുമ്പോഴോ तब तक नड़कड़ नाले तक ही पहुंचा होता. അപ്പോഴേക്ക് നടുകട് തോടിന്റെ അടുത്ത് എത്തിയിട്ടേ ഉണ്ടാവുകയുള്ളൂ. മാ की हिदायत दी कि झटपट को छोटे भाई का ध्यान रखना है. മാ की हिदायत दी. അമ്മ വീട്ടിൽ നിന്ന് ഉപദേശിക്കും, അമ്മ പറഞ്ഞു കൊടുക്കും. झटपट को ചേട്ടന്, झटपटന്, छोटे भाई का അവന്റെ ചെറിയ സഹോദരനെ ധ്യാൻ രഖ്നാ ഹേ നന്നായി നോക്കണം. ഒരുമിച്ചല്ലേ സ്കൂളിലേക്ക് പോകുന്നത്, അപ്പോ അനിയനെ നോക്കുക എന്നുള്ളത് ചേട്ടന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. നഡ്കഡ് കോ അപ്നെ സാത്ത് ഹി രഖ്നാ ഹേ. അമ്മ എപ്പോഴും പറയുന്നത് നഡ്കഡിനെ എപ്പോഴും നിന്റെ കൂടെ തന്നെ വെക്കണം, നീ മുന്നിൽ ഓടിപ്പോയി കളയരുത്, അവന്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്നമ്മ പറയും. ഇതുവരെ വായിച്ചതിൽ പുതിയ വാക്കുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഭായ് സഹോദരൻ, മാ അമ്മ, ബഡാ വലിയവൻ മൂത്തയാൾ, ഛോട്ടാ ചെറിയവൻ ഇളയയാൾ, ഘർ വീട്, ഗാവ് ഗ്രാമം, സ്കൂൾ സ്കൂൾ വിദ്യാലയം, രാസ്ത വഴി, പോഖർ കുളം, ബർഗത് ആൽമരം, ഖേത് വയൽ അല്ലെങ്കിൽ കൃഷിയിടം, ബാഗ് തോട്ടം, നാല തോട്, നദി നദി, പഠന പഠിക്കുക, ജാന പോകുക, ആന വരുക, വാപ്പസ് തിരികെ, പെദൽ കാൽനടയായി, തേജ് വേഗത്തിൽ, ധീരെ പതുക്കെ, സാത് സാത് ഒരുമിച്ച്, പൗഞ്ച്ന എത്തിച്ചേരുക, ഹിദായത് ഉപദേശം നിർദ്ദേശം, ധ്യാൻ രഖ്ന ശ്രദ്ധിക്കുക, പാഞ്ച്വി അഞ്ചാം ക്ലാസ്, തീസ്രി മൂന്നാം, അപ്പൊ ഇവിടെ മൂന്നാം ക്ലാസ്, സാൽ വർഷം, ചീസേൻ വസ്തുക്കൾ, ദൂർ ദൂരെ. അപ്പൊ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. इसलिए झटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. इसलिए ഈ കാരണം കൊണ്ട്. എന്താണ് ആ കാരണം? അമ്മ എപ്പോഴും ഉപദേശിക്കും, അനിയനെ നോക്കണം, അവനെ കൂടെ വെക്കണം, അവനെ എപ്പോഴും ശ്രദ്ധിക്കണം എന്നല്ലേ? ഈ കാരണം കൊണ്ട് ഛഡ്പഡ്കോ ഛഡ്പഡിന് ആകെ നികൽ ജാനെ പർ മുന്നോട്ട് പോകുന്ന സമയത്ത് എപ്പോഴും പീച്ചെ മുടുക്കർ ദേഖ്ന പടുത്താ തിരിഞ്ഞു നോക്കേണ്ടി വരുമായിരുന്നു. ചേട്ടൻ നല്ല സ്പീഡിൽ പോകുന്ന ആളല്ലേ, പനിയൻ എത്തിയോ എവിടെയാണ് എന്ന് എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കേണ്ടി വരുമായിരുന്നു.
उन्हें नडखड़ को पुकार कर जल्दी चलने के लिए कहना पड़ता. उन्हें नडखड़ को पुकार कर അവന് നഡ്ഖഡിനെ വിളിച്ചിട്ട് പുകാർന പുകാർ കർ എന്ന് പറഞ്ഞ വിളിക്കുക. ജൽദി ചലനെ കെ ലിയെ കഹന പഡ്ത വേഗം വാ എന്ന് പറയേണ്ടി വരുമായിരുന്നു. ജൽദി ചലന എന്നാണ് വേഗം നടക്കുക. बार बार रुकर नड़कड़ का इंतजार करना पड़ता. बार बार रुकर വീണ്ടും വീണ്ടും നിന്നിട്ട്. നടുക്കടുക്ക ഇന്തസാർ കർണ പടുത്ത നടുക്കടിനെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു, കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നു. कभी स्कूल जाने के लिए देरी होती देख नड़खड़ का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता. कभी ഇടയ്ക്കൊക്കെ സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി, സ്കൂളിൽ പോകാൻ വേണ്ടി ലേറ്റ് ആവും. ഇവരുടെ വീട്ടിൽ നിന്ന് കുറെ ദൂരെയുള്ള വേറൊരു ഗ്രാമത്തിലാണ് സ്കൂളില്ലേ, അപ്പൊ അവിടേക്ക് സ്പീഡിൽ പോയി എത്തണ്ടേ അവർക്ക്. നടുക്കട ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നു കഴിഞ്ഞാൽ അവര് സ്കൂളിൽ ലേറ്റ് ആവും. അപ്പൊ സ്കൂളിലേക്ക് ലേറ്റ് ആവുന്ന സമയത്ത് അങ്ങനത്തെ സിറ്റുവേഷനില് നടുക്കടുക്ക ഹാത്ത് പകഡ്കർ നടുക്കടിന്റെ കൈ പിടിച്ചിട്ട് അപ്നെ സാത്ത് അവന്റെ കൂടെ ദൗഡാന ബി പടുത്ത ഓടിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥ കൂടി ഉണ്ടാവാറുണ്ട്. झटपट परेशान हो जाता और घर लौटकर माँ से शिकायत करता. എപ്പോഴും ഇങ്ങനെ അനിയനെ പിടിച്ച് ഓടിച്ചു കൊണ്ടുപോകണം, അനിയനെ എപ്പോഴും നോക്കണം എന്നുള്ളത് ജഡ്ബഡിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. പരേശാൻ ഹോ ജാത്ത ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. ഓർ ഘർ ലോട്ട് കർ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം മാസെ അമ്മയോട് ശിക്കായത് കർത്ത കംപ്ലൈന്റ് പറയും. എന്താ പറയാ? മാ ചോട്ടാ ബോത്ത് പരേശാൻ കർത്ത, അമ്മേ ഈ അനിയെ വളരെയധികം എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. ചോട്ടാ ഹേന മാ മുസ്കുരാ ദേത്തി. ഇത് കേൾക്കുമ്പോ അമ്മ എന്താ പറയാ? കുഞ്ഞല്ലേ, ചെറുതല്ലേ. ചോട്ടാ ഹേന മാ മുസ്കുരാ ദേത്തി, അമ്മ ചിരിച്ചുകൊണ്ട് പറയും. ഓർ ബഡേക്കോ തോ ചോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹേ. വലിയ ആൾക്ക് ബഡേക്കോ ചോട്ടേക്ക ചെറിയ ആളുടെ ധ്യാൻ രഖ്നാ ഹി പഡ്ത, നീ ചേട്ടനല്ലേ, ചേട്ടൻ അനിയനെ എപ്പോഴും നോക്കണം എന്ന് ഉപദേശിക്കുക അമ്മ. और बड़े को छोटे का ध्यान रखना ही पड़ता है. माम के इस कथन से आप क्या समझते हैं? ചേട്ടൻ അനിയനെ ശ്രദ്ധിക്കണം, നോക്കണം എന്ന് അമ്മ പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്താ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? ആലോചിച്ചു നോക്കൂ. झटपट झंझलाता पर कुछ कह न पाता. झटपट झंझലാത്ത എന്ന് പറഞ്ഞാൽ അവനൊരു കംപ്ലൈന്റ് പറയാണ്. അപ്പൊ നീ അനിയനെ നോക്കണം എന്നല്ലാതെ അവനൊരു സപ്പോർട്ടൊന്നും കിട്ടൂല അല്ലെ. അപ്പൊ അവൻ ആകെ ദേഷ്യം വരും, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ വരും. പക്ഷേ പർ കുച്ച് കഹ് ന പാത്ത തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ബഡാ ദാ ചോട്ടേ കാ ധ്യാൻ തോ ഉസേ രഖ്നാ ഹി ദാ. അവൻ ചേട്ടനാണ്, അവൻ വലിയ ആളാണ്, അവന്റെ അനിയനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവന്റേതാണ്. അപ്പൊ തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. ലേക്കിൻ ഉസേ ലഗ്താ കി നഡ്ഖഡ് കുച്ച് ജ്യാദാ ഹി നഡ്ഖഡ് ഹേ. പക്ഷെ അവന് തോന്നുന്നുണ്ടായിരുന്നു അനിയനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നഡ്ഖഡ് കുച്ച് ജ്യാദാ ഹി, നഡ്ഖഡ് കുറച്ച് കൂടുതല് നഡ്ഖഡ് ഹേ, വികൃതിയാണ്, കുസൃതിക്കാരനാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടായിരുന്നു. रास्ता चलते रुककर पोखर के पानी के अंदर की मछलियां और पानी के ऊपर की बतखें देखते लगता है. അനിയൻ എന്താ ചെയ്യ? സ്കൂളിലേക്ക് നടന്നു പോവല്ല. പോഖർ കെ പാനി കെ അന്തർ, കുളത്തിലുള്ള വെള്ളത്തിന്റെ ഉള്ളില് മച്ചിലിയാം മീനുകൾ, ഓർ പാനി കെ ഊപ്പർ വെള്ളത്തിന്റെ മുകളിലുള്ള ബതഖേ താറാവുകള്, അതിനെയൊക്കെ ദേഖ്നെ ലഗ്താ ഹേ, മീനിനെയും താറാവിനെയും ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. സ്കൂളിലേക്ക് പോകേണ്ട ചിന്തയൊന്നും ഉണ്ടാവില്ല, വേഗം പോകാതെ അവയൊക്കെ നോക്കി അങ്ങനെ നിൽക്കും. बरगद की ऊपर से नीचे आती जड़े पकड़कर झूलने लगता है. അതുപോലെ തന്നെ ബർഗത് കി ഊപ്പർ സെ നീച്ചെ ആത്തി,
ആൽമരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന പേരാൽമരമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന്റെ മുകളിൽ നിന്ന് വലിയ വള്ളികൾ തൂങ്ങിക്കിടക്കാറില്ലേ? അതേ വള്ളിയാണ് ജടേ പക്കടുക്ക്. അത് പിടിച്ചിട്ട് झूलने लगता है, ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കാറുണ്ട്. खेत में घुसकर खाने की कोई चीज खोजने लगता है. വഴിയിൽ നേരെ സ്കൂളിലേക്ക് നടക്കുകയല്ല, വയലിലേക്ക് കേറിയിട്ട് ഖാനേക്ക് കോയി ചീസ്, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോന്ന് ഘോഷനെ ലഗ്താ ഹേ, തപ്പി നോക്കും. ബാഗ് സെ ഗുസർനെ പർ ആം യാ അമറൂദ് തോടനെ ലഗ്താ ഹേ. അത് മാത്രമല്ല, ബാഗ് സെ ഗുസർനെ പർ, തോട്ടം കടന്നു പോകുന്ന സമയത്ത് ആ തോട്ടത്തിലുള്ള ആം, മാങ്ങയോ അമറൂദോ ഒക്കെ തോടനെ ലഗ്താ ഹേ, പറിക്കാനും പോകും. नाले को उधर से इधर और इधर से उधर छलांग लगाकर पार करने का खेल खेलने लगता है. തോട് കടക്കുന്ന സമയത്ത് എങ്ങനെയാണ്? ഛലാങ് ലഗാക്കർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെള്ളം തട്ടിത്തെറിപ്പിച്ചിട്ട് പാർ കർണേക്ക ഖേൽ ഖേൽനെ ലഗ്താ ഹേ. അപ്പൊ അങ്ങനത്തെ പല കളികളും കളിക്കാറുണ്ട്. ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് തോട് കടന്ന് അപ്പുറം പോകുന്നതിന് പകരം ആ വെള്ളത്തിൽ കാലക്കെട്ട് അടിച്ച് കളിച്ചിട്ടൊക്കെയാണ് തോട് ക്രോസ് ചെയ്യുന്നത്. नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडेर से टिककर नीचे बहती नदी को निहारने लगता है. നദിക്ക് പുൽക്കോ ജൽദി സെ പാർ കർണേക്ക് ബജായ് എന്ന് പറഞ്ഞ നദിയുടെ പാലം, പുൽ എന്ന് പറഞ്ഞ പാലമാണ്. അപ്പൊ പാലം പാർ കർണ എന്ന് പറഞ്ഞ കടക്കുക. ഉസ്കി മുണ്ടേർ സെ ടിക്കർ, അതിന്റെ കൈവരികളിലൊക്കെ ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിന്നിട്ട് നീച്ചെ ബഹത്തി നദിക്കോ, താഴെ ഒഴുകുന്ന നദിയെ നിഹാർത്തേ ലഗ്താ ഹേ, അതിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ വികൃതികളൊക്കെയാണ് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പാവം ചേട്ടനല്ലേ, ഈ അനിയനെയും കൊണ്ട് എങ്ങനെയായിരിക്കും എല്ലാ ദിവസവും സ്കൂളിൽ എത്തുന്നത്? അപ്പൊ ഇതുവരെ വായിച്ച് എല്ലാ വാക്കുകളുടെയും അർത്ഥമൊന്ന് നോക്കാം. ഇസ്ലിയേ, അതുകൊണ്ട്, ആകെ മുന്നോട്ട്, പീച്ചെ പുറകോട്ട്, മുടുക്കർ തിരിഞ്ഞ്, പുകാർക്കർ വിളിച്ച്, ജൽദി വേഗത്തിൽ, ബാർ ബാർ വീണ്ടും, രുക്കർ നിർത്തിയിട്ട്, ഇന്തസാർ കാത്തിരിപ്പ്, ദേരി വൈകൽ, ഹാത്ത് കൈ, പകഡ്കർ പിടിച്ച്, പരേശാൻ വിഷമം, വിഷമിപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുക, ശിക്കായത് പരാതി, മുസ്കുരാന പുഞ്ചിരിക്കുക, ജഞ്ചലാത്ത ദേഷ്യപ്പെടുന്നു, ദേഷ്യം പിടിക്കുക, മച്ലിയാം മീനുകൾ, ബദഖെ താറാവുകൾ, ജഡേ വേരുകൾ, ഝൂൽന ഊഞ്ഞാലാടുക, ഘോജ്ന തിരയുക, ആം മാമ്പഴം മാങ്ങ, അമ്രൂദ് പേരയ്ക്ക, ഛലങ്ക് ചാട്ടം, ഖേൽ കളി, പുൽ പാലം, ബജായ് പകരം, മുണ്ടേർ കൈവരി, നിഹാർന നോക്കി നിൽക്കുക. നട്കഡ് കുച്ച് ജ്യാദാ ഹി നട്കഡ് ഹേ, ऐसा क्यों कहा गया है? നട്കഡ് കുറച്ച് കൂടുതൽ വികൃതിയാണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നട്കഡ് ചെയ്തോണ്ടിരുന്നത്? നേരെ സ്കൂളിലേക്ക് പോകുന്നതിന് പകരം തോട്ടിലുള്ള മീൻ പിടിക്കുക, താറാവിനെ നോക്കി നിൽക്കുക, പിന്നെയോ ആൽമരത്തിൽ നിന്ന് തൂങ്ങി വരുന്ന വേരില് ഊഞ്ഞാലാടുക, അതുപോലെ കൃഷിയിടത്തിലേക്ക് കയറി എന്തേലും കഴിക്കാൻ കിട്ടുമോ നോക്കുക, പിന്നെ തോട്ടത്തിലൂടെ പോകുന്ന സമയത്ത് മാങ്ങയോ പേരക്കയോ ഒക്കെ പൊട്ടിച്ചെടുക്കുക, നദിയിലെ പാലത്തിന്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുക. ഇങ്ങനെ പല പല കുസൃതിയും കളിക്കുന്നത് കൊണ്ടാണല്ലേ നട്കഡിനെ ജാദാ ഹി നട്കഡ് എന്ന് പറയുന്നത്. ഏക് ദിൻ തോ നട്കഡിനെ ഹദ് ഹി കർദി, ഹദ് ഹി കർദി എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമായി, ഭയങ്കരമായിട്ട് വികൃതി കളിച്ചു. ദോനോ ഭായ് സ്കൂൾ സെ ലോട്ട് രഹേ ഥേ, രണ്ട് സഹോദരന്മാരും സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു.
लौट रहे थे। नदी का पुल आया, नदिയുടെ പാലത്തിലെത്തി। तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा। നട്കട് നേരെ പാലത്തിലേക്ക് കയറുന്നതിന് പകരം പുൽ പർ ചടനേക്ക് ബജായ് എന്ന് പറഞ്ഞാൽ പാലത്തിൽ കയറുന്നതിന് പകരം നീച്ചെ ഉതർ ഗയാ, നേരെ താഴേക്ക് ഇറങ്ങി. എവിടെയാ? നദിയിലേക്കോ? ഓർ നദി കിനാരെ ജാ പൗഞ്ച, നദി തീരത്തേക്ക് നടന്നു. പാലത്ത് കയറി പോവാതെ നദിയുടെ അടുത്തേക്ക് നടന്നു. बस्ते में पहले से बनाकर रखी हुई कागज की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. അവന്റെ ബാഗില്, ബസ്തെ എന്ന് പറഞ്ഞാൽ സഞ്ചിയിൽ അല്ലെങ്കിൽ അവന്റെ ബാഗില് പേലേസെ ബനാക്കർ റക്കി ഹുയി, മുമ്പേ ഉണ്ടാക്കി വെച്ചിരുന്ന കാഗസ് കി ദോ നാവേ, 2 കടലാസ് തോണികൾ. നാവ് എന്ന് പറഞ്ഞ തോണിയാണ്. ഇപ്പൊ 2 കടലാസ് തോണികൾ നികാലി, പുറത്തെടുത്തു. ഓർ ഏക് ഏക് കർക്കെ, എന്നിട്ട് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ബഹത്തെ പാനി മേ ചോർത്തി, ഒഴുകുന്ന വെള്ളത്തിലേക്ക് വിട്ടു. അപ്പൊ താഴേക്ക് പോയത് എന്തിനാ നട്കട്? തന്റെ ബാഗിൽ ഉണ്ടായിരുന്ന കടലാസ് തോണി നദിയിലെ വെള്ളത്തിൽ ഒഴുകാൻ വേണ്ടിയാ പോയത്. നാവേ ബഹ് ചലി, ആ തോണികൾ അങ്ങനെ ഒഴുകിപ്പോയി. तो नटखट खुश होकर ताली बजाने लगा. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നട്കടിന് ഭയങ്കര സന്തോഷായി. ഖുഷ് ഹോക്കർ, സന്തോഷം കൊണ്ട്, താലി ബജാനെ ലഗ, കൈകൊട്ടാൻ തുടങ്ങി. ഉദർ പുൽ പർ പൗഞ്ച് ചുക്കെ ഝട്പടിനെ പീച്ചെ മുട്കർ ദേഖ. ഈ സമയം നമ്മുടെ ഝട്പട് വേഗം നടന്ന് പാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അനിയൻ നദിയിലേക്ക് പോയതൊന്നും ഝട്പട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പാലത്തിൽ എത്തിയിട്ട് പീച്ചെ മുട്കർ ദേഖ, തിരിഞ്ഞ് അനിയനെ നോക്കിയതാണ്. തോ നട്കട് നഹീ ദേഖ, അപ്പൊ തൊട്ടുപുറകിൽ നട്കടിനെ കാണാൻ പറ്റിയില്ല. ഝട്പട് ഘബറാ ഗയാ കി നട്കട് കഹാ ഗയാ. ഇത് കണ്ടപ്പോ ഝട്പടിന് ആകെ പേടിയായി പോയി. അയ്യോ, നട്കട് എവിടെ പോയി? നട്കട് കഹാ ഗയാ. താലി ബജനെ കി ആവാജ് സുൻകർ നീച്ചെ ദേഖ, അപ്പോഴാണ് കൈ കൊട്ടുന്ന ശബ്ദം കേട്ടത്. താഴെ നമ്മുടെ നട്കട് തോണി പോകുന്നത് കണ്ട് ഉറക്കെ കൈകൊട്ടുന്നുണ്ടായിരുന്നില്ലേ? ആ കൈകൊട്ടലിന്റെ ശബ്ദം കേട്ട് ആവാജ് സുനിക്കർ നീച്ചേതേക്ക, താഴേക്ക് നോക്കി. तो നട്കട് നീച്ചെ നദി കിനാരെ ഖടാ ദിയാ, താഴേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത് താഴെ നദിയുടെ കിനാരെ, തീരത്ത് നട്കട് നിൽക്കുന്നു. അവിടെ നിൽക്കുന്ന അനിയനെയാണ് കണ്ടത്. ജഡ്പട്കോ ഉസ് പർ ബഡാ ഗുസ്സ ആയ, ജഡ്പടിന്റെ അനിയന്റെ അടുത്ത് വളരെയധികം ദേഷ്യം വന്നു. ജോർ സെ ചില്ലാക്കർ ബോല, ഉറക്കെ വിളിച്ചു പറഞ്ഞു. അരേ ചോട്ടെ അനിയ, തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ? തും വഹാ നീച്ചെ, നീ അവിടെ താഴെ ക്യാ കർ രഹേ ഹോ, എന്ത് ചെയ്യുകയാണ്? नटखट ने चौकर ऊपर देखा और नदी किनारे रखा अपना बस्ता उड़ाने के लिए झुका. അപ്പൊ ചേട്ടൻ വിളിച്ചത് കേട്ടിട്ട് നട്കടിനെ ചോക്കർ ഊപ്പർ ദേക്ക, പെട്ടെന്ന് ഞെട്ടി മേലോട്ട് നോക്കി. ഓർ അതിനുശേഷം നദിക്ക് കിനാരെ രഖ, നദിയുടെ തീരത്ത് വെച്ച അപ്ന ബസ്ത, തന്റെ ബാഗ് ഉഡാനെ കെ ലിയെ, എടുക്കാൻ വേണ്ടി ചുക, കുനിഞ്ഞു. അചാനക് ഉസ്കാ പാവ് ഫിസ്ല ഓർ വഹ് പാനി മേ ഗിർ പടാ, പെട്ടെന്ന് അവന്റെ പാവ് ഫിസ്ല എന്ന് പറഞ്ഞാൽ കാല് വഴുതിപ്പോയി. ഓർ വഹ് പാനി മേ ഗിർ പടാ, നദിയിലെ വെള്ളത്തിലേക്ക് വീണുപോയി. പാനി കാ ബഹാവ് തേജ് ദാ, വെള്ളത്തിന്റെ ഒഴുക്ക് ഭയങ്കര സ്പീഡിലായിരുന്നു. ഓർ നട്കട് കോ തേർനാ നഹി ആത്താ താ, അത് മാത്രമല്ല നമ്മുടെ നട്കടിന് നീന്താനും അറിയില്ലായിരുന്നു. തേർന എന്ന് പറഞ്ഞ നീന്തുക, നഹി ആത്താ, നീന്താൻ അറിയില്ലായിരുന്നു. ഛോട്ടാ സായി തോ ധാ, ചെറിയ കുട്ടിയല്ലേ. ബഹഗയാ, വെള്ളത്തിലങ്ങ് ഒഴുകിപ്പോയി. ശക്തിയായ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒരു കുഞ്ഞു കുട്ടി വീണു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഡൂബ്തെ ഉദാർത്തെ ദൂർ ജാനേ ലഗ, മുങ്ങി പൊങ്ങിക്കൊണ്ട് ദൂരേക്ക് ഒഴുകിപ്പോയി. ചെറിയ കുട്ടിയായിരിക്കുന്ന നട്കട്
ആ ഒരു നദിയുടെ തീരത്ത് ചേട്ടൻ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് പോയി അപകടത്തിൽ പെട്ടുപോയല്ലേ? ഇതുവരെ വായിച്ച വാക്കുകളുടെ അർത്ഥമൊന്ന് നോക്കാം. ഹദ് അതിര്, ബസ്ത സ്കൂൾ ബാഗ്, കാഗസ് കടലാസ്, നാവ് അല്ല നാവ് തോണി, നാവേ എന്ന് പറഞ്ഞാൽ തോണികൾ, താലി ബജാന കൈയടിക്കുക, ഖബരാഗയ പരിഭ്രാന്തനായി, ആവാജ് ശബ്ദം, ഗുസ്സ ദേഷ്യം, ചില്ലാക്കർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ചോക്കർ ഞെട്ടലോടെ, ചുക കുനിഞ്ഞു, അചാനക് പെട്ടെന്ന്, പാവ് കാൽ, ഫിസ്ല വഴുതി, ബഹാവ് ഒഴുക്ക്, തേർന നീന്തുക, ഡൂബ്തെ ഉദാർത്തെ മുങ്ങിയും പൊങ്ങിയും. ഈ ചാപ്റ്റർ വളരെ വലുതായതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നടുക്കടന് വെള്ളത്തിൽ വീണിട്ട് എന്ത് പറ്റി, ചേട്ടൻ അവനെ രക്ഷിക്കാൻ പറ്റിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ആ വീഡിയോ ഇതിന്റെ കൂടെ തന്നെ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.